അടുത്തതായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് MESന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറാണ്. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മദനി സാഹിബ്, സലഫി പ്രസ്ഥാനത്തിലെ സുഹൃത്തുക്കളെ, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ 50-ാം വാർഷികവും ജാമിയയുടെ 50-ാം വാർഷികവും ഒരുമിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. 30-ാം വാർഷികം നടക്കുന്ന സമയമാണ്. ഇവിടെ വലിയ ഭീഷണികൾ നാം നേരിടുന്നൊരു സമയമാണ്. ഇത്രയും വലിയൊരു ഭീഷണി മുസ്ലിം സമുദായം കേരളത്തിൽ നേരിടേണ്ട ഒരു സമയമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ന്യൂഡൽഹിയിൽ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം സമുദായത്തിന് തീരെ ഗുണകരമല്ലാത്ത ഒരു ഗവൺമെൻറ്റാണുള്ളത്. കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നാം നിരന്തരമായിട്ട് പല അധിനിവേശങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാര്യപ്പെട്ടൊരു അധിനിവേശമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ അധിനിവേശം. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്ന പരസ്യ ചുംബനം, മോറൽ പോലീസിംഗ്, സ്വവർഗരതി, വേശ്യാവൃത്തിക്ക് നിയമസാധ്യത നൽകൽ, വിവാഹത്തിൽ ഏർപ്പെടാനുള്ള വിവാഹ ജീവിതം, ഇങ്ങനെയുള്ള അനവധി പ്രശ്നങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ MESനെ സംബന്ധിച്ചിടത്തോളം ജാമ്യ മാതിരിയല്ല. ഞങ്ങൾ സമ്മിശ്രമായിട്ടുള്ള സെക്കുലറായിട്ടുള്ള ഒരു സ്പേസിൽ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ 65% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. 65% പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ മുസ്ലിം പെൺകുട്ടികളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതും ഒരു ഭീഷണിയായി മാറിയിരിക്കും. കാരണം അടുത്ത് കിട്ടിയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് MES മെഡിക്കൽ കോളേജിൽ 75% മുസ്ലിം പെൺകുട്ടികളും 25% ആൺകുട്ടികളും പഠിക്കുകയാണ്. അതേമാതിരി തന്നെ ഡെന്റൽ കോളേജിൽ 85% പെൺകുട്ടികളും 15% ആൺകുട്ടികളും പഠിക്കും. അപ്പം ആളിക്കത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത് എല്ലാ നിലക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ കൂട്ടമായിട്ട് നമ്മൾ നേരിടും. അത് നേരിടുമ്പോൾ അത് മതത്തിൻ്റെ കവചം വെച്ച് മാത്രം നേരിട്ടാൽ അത് നേരിടാൻ പറ്റൂല നമുക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സംസ്കാരത്തിൻ്റെ കവചം വെച്ച് നേരിടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ മുന്നിൽ നല്ലൊരു കവചമുണ്ട്. ആ കവചം എടുത്തു കഴിഞ്ഞാൽ ആർക്കും തടുക്കാൻ പറ്റില്ല. അതിൻ്റെ പേരാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ ഇസ്ലാമിൻ്റെ സംസ്കാരവും കൂടെ പോകും. അങ്ങനെ വരുമ്പോൾ RSSന് പോലും അതിനെതിരായിട്ട് ഒരു വിരലനക്കാൻ പറ്റില്ല. കാരണം RSSന്റെ പഴയ ചരിത്രം പഠിച്ചാൽ നാം ഈ പറയുന്ന കാര്യങ്ങളോടൊക്കെ അവർ യോജിക്കേണ്ടി വരും. മോഡി ഡൽഹിയിലിരുന്നാലും വേറെ ഏത് സ്ഥലത്ത് മുഖ്യമന്ത്രി വന്നാലും ഈ സംസ്കാര വിഷയത്തിൽ RSSന്റെ തുടക്കം തൊട്ട് തന്നെ, അത് ഗോൾവാൾക്കർ ആയാലും ഹെഗ്ഡെവാർ ആയാലും ശ്യാമാപ്രസാദ് മുഖർജി ആയാലും, ഈ സാംസ്കാരിക വിഷയങ്ങളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കാഴ്ചപ്പാടുകൾ വിട്ടുകൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് എറണാകുളത്തെ ചുംബനത്തിൻ്റെ വിഷയം വന്നപ്പോൾ മതമൗലികവാദികൾ അതിനെ എതിർത്തു എന്ന് പറഞ്ഞത്. എതിർത്തത് SDPIയും ചിലപ്പോൾ ബജ്രംഗ് ദളൊക്കെ ആയിരിക്കും. അല്ല, അവർ നേരിട്ട് പോയിട്ട് എതിർത്തിട്ടുണ്ടാവും. പക്ഷെ ആ എതിർപ്പ് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നമ്മൾ ആരും ഇത് അംഗീകരിക്കുന്നതല്ല. ഈ കിസ് ഓഫ് ലവ് ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇതൊക്കെ കുറേ കിസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ല, പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങളൊക്കെ ഈ മെഡിക്കൽ കോളേജുകൾ, എൻ്റെ വാപ്പ മെഡിക്കൽ കോളേജ്, കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ വിദ്യാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ABD അബ്ദുൽ ഗഫൂർ എന്ന പേരിൽ 1954 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ ആദ്യമായി ചേർന്ന വിദ്യാർത്ഥി എൻ്റെ വാപ്പയാണ്, കേരളത്തിൽ മെഡിസിൻ. അതേമാതിരി തന്നെ ആദ്യത്തെ LLB വിദ്യാർത്ഥിന് വാപ്പയുടെ സഹോദരി ഫാത്തിമ റഹ്മാനാണ്. അപ്പോൾ അവരൊക്കെ ഇത് കഴിഞ്ഞിട്ടാണല്ലോ വന്നത്. അതിനുശേഷമാണല്ലോ ഇന്നത്തെ അഭിനവ വിദ്യാർത്ഥികളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഓരോ പഹേര്. അവിടെ ചുംബിക്കാൻ ചെന്നതിലൊരു ഫാത്തിമയും വിട്ടിക്കുന്നു. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ചു. മനോജ്മാർ ചുംബിക്കട്ടെ, നമുക്ക് വിരോധമില്ല. ഹലാക്കൊരു ഫാത്തിമ അവിടെ വന്നത്. അവസാനം സിംഹക്കൂട്ടി പോയിട്ട് അതിൽ ചാടി. ഇപ്പൊ ഇവിടെ നിർത്തി ചാടിയമാർ അതിലോട്ട് ചാടി. ഡൽഹി സൂല് അതിലും ഒരു ഹംക്ക് മാപ്പിള, വടക്കൻ മാപ്പിള. അപ്പോൾ നമ്മുടെ യുവാക്കൾ
അപ്പോൾ വെറും മതസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. സെക്കുലറായിട്ടുള്ള സ്പേസ്, മജീദ് സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹവും ഞങ്ങളുടെമാതിരി സെക്കുലറായിട്ടുള്ള സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. പരിമിതികളുണ്ട് സെക്കുലറായിട്ടുള്ള സ്പേസിൽ, അതായത് ഗവൺമെൻറ്റിലായാലും വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആയാലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചില പരിമിതികൾ. പക്ഷെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മജീദ് സാഹിബിൻ്റെ പേരെടുത്ത് പറയാനുള്ള കാരണം അദ്ദേഹം എൻ്റെ മതത്തിന് ശക്തമായി നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. അല്ല പിന്നെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ ആളല്ല. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹം പറയും ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന്, ബാക്കി പാർട്ടി അഭിപ്രായം എന്തായിക്കോട്ടെ എന്ന് പറയും. അപ്പം ഈ ഒരു വലിയൊരു വിപത്ത് നാഷണൽ വിമൻസ് കമ്മീഷനിൽ അത് വെക്കേണ്ടതാണ് നാളെ. എനിക്ക് തോന്നുന്നു നാളെയാണ് അത് വെക്കാൻ പോകുന്നത്. അതായത് വേശ്യാവൃത്തി നിയമപരമാക്കണമോ വേണ്ടേ എന്നുള്ളത്. പിന്നെ ചില മാധ്യമങ്ങളുണ്ട്, ഇവിടെ ഒരു മാധ്യമം, ഒരു ഇംഗ്ലീഷ് മാധ്യമം പരസ്യ ചുംബനത്തിനായിട്ട് 7 പേജാണ് 2 ദിവസം നൽകിയത്. നിങ്ങൾ വായിച്ചു വേണം, 7 പേജ്. എന്തൊക്കെയാണ് അതിനെപ്പറ്റി അതിലുള്ള ആ ചുംബനത്തിനെ പറ്റിയിട്ടുള്ള അവർ വർണ്ണിക്കുന്നത്. ടൈം സ്ക്വയറിൽ അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തിയപ്പോൾ ഒരു അമേരിക്കൻ നാവികൻ റോട്ടിന്റെ മുകളിലൊക്കെ ഒരു നേഴ്സിനെ കയറി ചുംബിച്ചത് ഒരു മഹാ ഇതിഹാസമായിട്ടാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു ഇതിഹാസമല്ല, ഇത് ആഭാസമാണ്. ചുംബനങ്ങൾ ഉണ്ടായിക്കോട്ടെ, ചുംബനങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണ് എൻ്റെ വാപ്പയും വല്യപ്പയും അതിൻ്റെ വല്യപ്പയും അതിൻ്റെ മുന്നിൽ തലമുറകളും മുന്നോട്ട് തന്നെ മനുഷ്യരാശിനെ ഉണ്ടായത്. അല്ല ചുംബനം ഇല്ലാതൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ ഒരു മാന്യത വേണം. അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പസുകളിൽ MES അതിശക്തമായിട്ട് ഒരു ക്യാമ്പയിൻ 16-ാം തീയതി തൊട്ട് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 10,000 പെൺകുട്ടികളുടെ ഇടയിൽ ഞങ്ങൾ വോട്ടെടുപ്പ് നടത്തി. ഇതിന് ആരെങ്കിലും അനുകൂലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 9,600 ചില്ലാനം പേര് അതിനെതിരായിട്ട് വോട്ട് ചെയ്തു. അതിൽ 40% മറ്റു സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. കാരണം എയ്ഡഡ് കോളേജുകളാണ് നടത്തിയത്. അവിടെ മറ്റുള്ള സമുദായത്തിലുള്ളവർ ഉണ്ടാവും. അപ്പോ പൊതുസമൂഹം ഇതിനെതിരാണ്. പൊതുസമൂഹം 100% എതിരാണ്. അതിന് ബൽറാം അഭിപ്രായം പറഞ്ഞുകൊണ്ടോ MP രാജേഷ് അഭിപ്രായം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. പാർട്ടിക്കുള്ളിൽ ഭൂരിപക്ഷം എന്ന് പറയും, പാർട്ടിക്ക് പുറത്ത് തോന്നിയും പറയുന്നത് ശരിയല്ല. ഇതേമാതിരി തന്നെ ഇവിടെ ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അഭിപ്രായം എന്താണ്? അതുകൊണ്ട് 1,00,000 വിദ്യാർത്ഥികളെ സന്ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂത്ത് വിങ് ഇതിനെതിരായിട്ട് വ്യക്തമായിട്ടുള്ള സീക്രട്ട് ബാലറ്റിലൂടെ ഇതിനെ പറ്റിയിട്ട് ഒരു തീരുമാനം, ഈ 5 വിഷയങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ ഒരു തീരുമാനം എടുക്കാൻ പോകും. ഒരു സംശയവും നമുക്ക് വേണ്ട. പ്രബുദ്ധമായ സംസ്കാരമുള്ള കേരള സമൂഹത്തിലെ വിദ്യാർത്ഥിനികൾ ഈ 5 വിഷയം നിരാകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തിൽ സലഫി പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യേകിച്ച് ISM MSMന്റെ എല്ലാം പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജാമ്യങ്ങൾക്ക് എല്ലാ അഭാവങ്ങളും നിറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.